ഹലോ ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ലൈല ജോർജ്. ഞാൻ ഓണത്തിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും വകയായിട്ട് അഡ്വാൻസായിട്ട് ഓണാശംസകൾ കേട്ടോ. ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കണം എല്ലാവരും. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഓണത്തിന് ജാതിയുണ്ടോ, വർഗീയത മനസ്സിൽ വെച്ചിട്ട് ചില മത പുരോഹിതന്മാർ ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണം ഹൈന്ദവരുടെയാണ് ഹിന്ദുക്കളുടെയാണെന്നുള്ള ഒരു പ്രചാരം ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് മുൻപൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓണം എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുന്നത് കള്ളവും ചതിയും ഇല്ലാതെ, ഒരു വർഗീയതയും ഇല്ലാതെ നാനാജാതികൾ, ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, ദേശീയ ഉത്സവമാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഓണത്തിന് നമുക്ക് ഒത്തിരി കളികളൊക്കെ ഉണ്ട്. പിന്നെ അത്തപ്പൂക്കളമിടും, പിന്നെ വടംവലിയുണ്ട്, അങ്ങനെ എത്ര മത്സരങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ. പിന്നെ നമ്മൾക്ക് ഈ വർഗീയത കൊണ്ടുവരണം, അതിൻ്റെ ഇടയിൽ നമ്മൾ വർഗീയത കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ചില മത പുരോഹിതന്മാർ ഹൈന്ദവരുടെയാണ്, മതത്തിൻ്റെ ആചാരങ്ങൾ കുറച്ചുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാം. അല്ലാതെ കൊണ്ട് നമുക്ക് എത്ര സന്തോഷം തരുന്ന, ഇതുപോലെ സന്തോഷം തരുന്ന കേരളത്തിൽ, ഇതുപോലെ കേരളം അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷം അത് ഏതെങ്കിലും നാടുകളിലുണ്ടോ? എല്ലാ ജാതികളും എല്ലാ ഇടത്തുനിന്നും ഒത്തുകൂടി കുടുംബത്തിലായാലും ഓരോ പരിപാടികൾ വെക്കുന്നുണ്ട്. ഇപ്പം എത്ര ജാതികൾ, എത്ര എന്തിനെ നോർത്ത് ഇന്ത്യൻസൊക്കെ വരും നമ്മളുടെ കേരളത്തിലെ ഓണം നമ്മുടെ കൂടെ ഇരുന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പം നമ്മളതിൽ ഇത് വർഗീയത കൊണ്ടുവരാതെ, അയ്യോ ഇത് ഹിന്ദുവിൻ്റെ മാത്രമാണ്, ക്രിസ്ത്യാനികളുടെ ഇതിൽ ഇത് ചെയ്യരുത്, ആചരിക്കരുത്, മുസ്ലിങ്ങൾ ആചരിക്കരുത് എന്ന് പറഞ്ഞ് മതപുരോഹിതന്മാർ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഈ ഓണത്തിന് വരവേൽക്കാം ഇല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് നമ്മളുടെ വീടുകളിലാണെങ്കിലും നമ്മളുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ ഏതൊരു നമുക്ക് ഒത്തിരി കമ്മ്യൂണിറ്റികളുണ്ട്, നമുക്കിപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട്, അവരൊക്കെ ചേർന്ന് ഓരോ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇത്രയും സന്തോഷമുള്ള ഏതെങ്കിലും ഉത്സവം ഉണ്ടോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്തെല്ലാം ആഘോഷങ്ങളാണ്, വടംവലി, പുലികളി, ഊഞ്ഞാലാട്ടം, അത്തപ്പൂക്കള മത്സരം, അത്തപ്പൂക്കളം ഇടുക. കുട്ടികൾ പണ്ടൊക്കെ പോയിട്ട് തൊടികളിൽ പോയിട്ട്, ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് എവിടെയൊക്കെയോ പോയി കുറേ പൂക്കൾ പറിച്ചുകൊണ്ട് വരിക. എന്തിനീ കുളങ്ങളിലെ ഈ കുളപ്പൂവുണ്ട് വയലറ്റ് കളറിൽ, അതുവരെയും നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഓണപ്പൂക്കളം ഇടും. അത് ക്രിസ്ത്യാനികളാണെന്നില്ല, മുസ്ലിങ്ങളാണെന്നില്ല, ഹിന്ദുക്കളെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അതൊക്കെ എന്ത് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ മതപുരോഹിതന്മാരായിക്കോട്ടെ, അതിനെ സംബന്ധിച്ചിടത്തുള്ള ആൾക്കാരായിക്കോട്ടെ, ഇതുപോലെയുള്ള അനാവശ്യ വാക്കുകൾ സംസാരിക്കാതെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനും സ്നേഹത്തോടെ മുന്നോട്ട് പോകാനും ശ്രമിച്ചാൽ നമുക്ക് എത്ര നല്ല കേരളം, എത്ര നല്ല നാട് നമ്മൾക്ക് പടുത്തുയരാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും, എന്നെ കാണുന്ന എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ അർപ്പിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒത്തൊരുമയോടുകൂടെ നമ്മുടെ അയൽവക്കക്കാരായാലും നെയ്ബേഴ്സ് എല്ലാവരുമായിട്ട്, അവർ ഏത് ജാതി ആയിക്കോട്ടെ. നമ്മൾ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ അറിയാമോ, ഞങ്ങൾ 10 ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ 10 വീട്ടിൽ നിന്നും 10 തരത്തിലുള്ള പായസം ഞങ്ങളുടെ അടുക്കളയിലുണ്ടാവും. അതുപോലെ ഞങ്ങളുടെ ക്രിസ്മസ് വന്നാലും ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ അപ്പം, ഇറച്ചി കഴിക്കണവർക്ക് സ്റ്റൂ, അല്ലെങ്കിൽ അപ്പം, അച്ചപ്പം, നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കി, അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കുക. അന്നൊന്നും ബേക്കറിയൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഞങ്ങളതെല്ലാം വാങ്ങിച്ച് എല്ലാം സന്തോഷത്തോടെ ഓരോ പൊതിയായിട്ട് കൊണ്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ശർക്കര വരട്ടി, പിന്നെ കാവറുത്തത്, പായസം എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഓണത്തിന് കഴിക്കാം. അവരുടെ വീടുകളിൽ പോയി സദ്യയും കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകണം. ഇത് പറയാനാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കണം, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം.
ഇത് മുഴുവനും കാണണം, ലാസ്റ്റ് വരെ കാണണം, കേൾക്കണം. എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.